ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കുടുംബം ചെന്നുപെട്ടത് കാട്ടാനക്കൂട്ടത്തിനു മുന്നിൽ. പിന്തിരിഞ്ഞോടിയാൽ മലവെള്ളവും മുന്നോട്ടു നീങ്ങിയാൽ ആനയുടെ ആക്രമണവും. എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നെങ്കിലും പ്രകൃതിയേക്കാളും മനുഷ്യനെ മനസ്സിലാവുന്നത് കാട്ടാനയ്ക്ക് തന്നെ എന്ന് അവർക്ക് തോന്നി. ആനയെ ഭയക്കാതെ അവർ കാപ്പിക്കാടിനുള്ളിലേക്ക് നീങ്ങി. ചൂരൽമല അന്യശച്ചിലയിൽ സുജാതയ്ക്കും കുടുംബത്തിനുമാണ് മരണത്തെ 2 വട്ടം മുഖാമുഖം നേരിടേണ്ടി വന്നത്. ഉരുൾപൊട്ടലിനെയും കാട്ടാനയെയും ഭയന്ന് കൊടും മഴയത്ത് കാപ്പിക്കാടിന് നടുവിൽ 2 മണിക്കൂറോളമാണ് ആ കുടുംബം കാത്തിരുന്നത്. ആനക്കൂട്ടം ഉപദ്രവിക്കാതെ നടന്നു മറഞ്ഞ ശേഷമാണ് സുജാതയും കുടുംബവും റോഡിലെത്തിയത്. അതിശക്തമായ ഒഴുക്കിൽ മരച്ചില്ല വന്നടിച്ച് കൈക്ക് പരിക്കേറ്റെങ്കിലും സുജാതയും പേരക്കുട്ടി മൃദുലയും ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്. മറ്റു കുടുംബാംഗങ്ങളെല്ലാം ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അർദ്ധരാത്രിയിലെ ഉറക്കത്തിനിടയിലാണ് പെരുവെള്ളവും ചെളിയും എല്ലാം ഒലിച്ചെത്തിയത്. മലവെള്ളം വീട്ടിനുള്ളിലേക്ക് ഇരച്ചെത്തിയപ്പോഴാണ് ഉണർന്നത്. സുജാതയും മകൻ ഗിഗീഷ്, ഭാര്യ സുജിത, മകൻ സൂരജ് എന്നിവരും ഉൾപ്പെടെ 5 പേരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഗിഗീഷ് ഓരോരുത്തരെയായി വെള്ളത്തിലൂടെ വലിച്ചു കരകയറ്റി. സുജിതയുടെ നട്ടെല്ലിനും സൂരജിന്റെ നെഞ്ചിനും സാരമായി ക്ഷതമേറ്റു. മരം വന്നിടിച്ച് ഗിഗീഷിന് തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തു. ജീവൻ രക്ഷിക്കാനുള്ള പാച്ചിലിൽ അത് ശ്രദ്ധിച്ചില്ല. എന്നിട്ടും പതറാതെ എല്ലാവരെയും കരയിലെത്തിച്ച ശേഷം കാപ്പിക്കാടിന് നടുവിലൂടെ ടോർച്ചിന്റെ പ്രകാശത്തിൽ റോഡ് ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് കാട്ടാനക്കൂട്ടത്തിനു മുന്നിൽ പെട്ടത്. ഓടരുതെന്നും നിശബ്ദരായി ഇരിക്കാനും ഗിഗീഷ് കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകി. എല്ലാവരും പുലർച്ചെ 5 വരെ അതേ ഇരിപ്പ് തുടർന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.